കാറ്റത്തെ കിളിക്കൂട് സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിധിക്ക് നൈറ്റി വാങ്ങാനായി കടയിലെത്തിയിരിക്കുകയാണ് സുധീഷ്. അങ്ങനെ ഒരു നൈറ്റി സെലക്ട് ചെയ്ത ശേഷം സെയിൽസ് ഗേളിനോടായി സൈസ് നോക്കാൻ അതൊന്ന് വച്ചു നോക്കാൻ പറയുന്നുണ്ട്. നൈറ്റിയുടെ ഓരോ ആംഗിളും പരിശോധിക്കുന്നതിനിടയിലാണ് ഹരീഷ് ഇതൊക്കെ കണ്ടുകൊണ്ട് അങ്ങോട്ട് കയറി വരുന്നത്. ഹരീഷിനെ കണ്ട് വരണം സാർ എന്ന് സെയിൽസ് ഗേൾ പറയുമ്പോൾ ഹരീഷ് നീയോ എന്നുള്ള രീതിയിൽ സുധീഷ് നോക്കുകയാണ്. എന്താ വേണ്ടത് സാർ എന്ന് ചോദിക്കുമ്പോൾ ടവലില്ലേ എന്ന് ഹരീഷ് പറയാണ്. ഇതിൻ്റെ ബില്ല് കൊടുത്തിട്ട് ഇപ്പോൾ തരാം സാർ എന്ന് സെയിൽസ് ഗേൾ പറയുമ്പോൾ സുധീഷ് പറയാണ് എനിക്ക് തിരക്കൊന്നുമില്ല, അവന് കൊടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് തന്നാൽ മതി എന്ന് പറയാണ്. ശരിയെന്ന് സമ്മതിച്ചുകൊണ്ട് ഹരീഷിനോട് എങ്ങനെയുള്ള ടവലാണെന്ന് അവൾ ചോദിക്കുമ്പോൾ വില കുറഞ്ഞത് മതിയെന്ന് ഹരീഷ് പറയാണ്. വില കുറഞ്ഞതോ, അതെന്താ, എൻ്റെ ഹെൽപ്പ് എന്തെങ്കിലും വേണോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ വേണ്ട എന്ന് ഹരീഷും. അങ്ങനെ ഹരീഷ് ഒരു ടവൽ സെലക്ട് ചെയ്യാണ്. 50 രൂപയാണെന്ന് സെയിൽസ് ഗേൾ പറയുമ്പോൾ ഹരീഷ് പോക്കറ്റിൽ നിന്ന് കാശ് എടുക്കാൻ തുടങ്ങുകയാണ്. ഇത് കണ്ട് സുധീഷ് പറയാണ് ഇത് കൊടുക്കേണ്ട, ഞാൻ ഒരുമിച്ച് ബില്ല് ചെയ്തോളാമെന്ന് പറയാണ്. ഇത് കേട്ട് സെയിൽസ് ഗേൾ 1050 സാർ എന്ന് പറഞ്ഞുകൊണ്ട് സാധനങ്ങൾ പാക്ക് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ സെയിൽസ് ഗേൾ മാറിയ തക്കത്തിന് സുധീഷ് ഹരീഷിനോട് 50 രൂപ നീ എനിക്ക് പിന്നെ തന്നാൽ മതി എന്ന് പറയാണ്. അപ്പോൾ ഹരീഷ് പറയാണ് നിങ്ങളുടെ കല്യാണത്തിന് എനിക്ക് ചിലവ് 17,000 രൂപയാണ് എന്ന് പറയാണ്. ഇത് കേട്ട് സുധീഷ് ഒരു കള്ളച്ചിരി ചിരിച്ചുകൊണ്ട് അപ്പോഴേക്ക് നീ എന്നോട് കണക്ക് പറയാൻ തുടങ്ങിയോ എന്ന് പറയാണ്. ഈ സമയത്ത് സെയിൽസ് ഗേൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ബില്ലുമായിട്ട് വരികയാണ്. അങ്ങനെ പാക്ക് ചെയ്ത ഡ്രസ്സും വാങ്ങി ഇനിയും കാണാട്ടോ എന്നൊരു കള്ളച്ചിരിയോടെ സെയിൽസ് ഗേളിനോട് സുധീഷ് പറഞ്ഞപ്പോൾ ഓക്കെ സാർ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും എന്ന് ചിരിച്ചുകൊണ്ട് സെയിൽസ് ഗേളും മറുപടി പറയാണ്. അങ്ങനെ ബില്ലും കൊടുത്ത് ഹരീഷിനെയും കൂട്ടി സുധീഷ് കടയ്ക്ക് പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ പുറത്തിറങ്ങിയ സുധീഷ് നീ വീട്ടിലേക്കല്ലേ, ഞാനും ഉണ്ട്, എൻ്റെ കയ്യിൽ വണ്ടിയില്ല എന്ന് ഹരീഷിനോട് പറയുമ്പോൾ വന്ന് തൊലയ്ക്കെന്ന് ഹരീഷും പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ബൈക്കിൽ വീട്ടിലേക്ക് പോവാണ്. ഈ സമയത്ത് അമ്പലത്തിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പ്രദക്ഷിണം വയ്ക്കുകയാണ് സുനന്ദയും നിധിയും നികേഷും. പ്രദക്ഷിണത്തിനിടയിൽ സുനന്ദ ഞാൻ എപ്പോഴും ഈ അമ്പലത്തിൽ വരണം എന്ന് വിചാരിക്കും, പക്ഷേ എപ്പോഴും പറ്റാറില്ല എന്ന് പറയുമ്പോൾ നിധി എന്തു പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സുനന്ദ പറയാണ് ഞാൻ എപ്പോൾ വരാൻ ഇറങ്ങിയാലും അമ്മ എനിക്ക് എന്തെങ്കിലും പണി തന്നുകൊണ്ടേയിരിക്കും, എന്നാലും ആഴ്ചയിലൊരിക്കൽ ഞാൻ മറക്കാതെ ഈ അമ്പലത്തിലെത്താറുണ്ട്. എൻ്റെ അമ്മ എല്ലാ അമ്പലത്തിലും നേർച്ച നേരും, എന്നിട്ട് അമ്പലത്തിൽ പോവുകയും ചെയ്യില്ല. അപ്പോൾ നിധി ചോദിക്കുന്നുണ്ട് അതെന്താ അമ്പലത്തിൽ പോവാത്തത് എന്ന്. അപ്പോൾ സുനന്ദ പറയാണ് അമ്മയ്ക്ക് രാവിലെ എഴുന്നേറ്റ് കുളിക്കാൻ ഭയങ്കര മടിയാ, രാത്രി 10 മണിയാവും ജോലിയൊക്കെ കഴിഞ്ഞ് കുളിച്ച് കിടക്കാൻ. ആ സമയത്ത് അത്താഴപൂജ വരെ കഴിഞ്ഞ് അമ്പലം അടച്ചിട്ടുണ്ടാവും, പിന്നെ എങ്ങനെ അമ്പലത്തിൽ വരാനായെന്ന്. പിന്നെ സുനന്ദ നിധിയോട് വീട്ടിലെ ബ്രദേഴ്സിനും സിസ്റ്റേഴ്സും ഇല്ലേ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. ഒരു ചേട്ടൻ മാത്രമേ ഉള്ളൂ എന്ന് നിധി പറയുമ്പോൾ എനിക്ക് ചേട്ടനും ചേച്ചിയൊക്കെ ആയിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് സുനന്ദ പറയാണ്. അതുകൊണ്ട് ഞാൻ തന്നെ ഇടയ്ക്ക് ചേട്ടനും ചേച്ചിയൊക്കെ ആയി എന്നെ തന്നെ ഉപദേശിക്കും, മറ്റു ചിലപ്പോൾ അനിയനോ അനിയത്തിയൊക്കെ ആയി എന്നോട് തന്നെ വാശി കാണിക്കും. എങ്ങനെയുണ്ട് എന്ന് സുനന്ദ നിധിയോട് ചോദിക്കുമ്പോൾ നിധി അത് കൊള്ളാം എന്ന് പറയാണ്. നിധിയുടെ അച്ഛന് ബിസിനസ്സല്ലേ, എൻ്റെ അച്ഛൻ ഗൾഫിലാണ്, 3 വർഷമായി നാട്ടിൽ വന്നിട്ട്. ചോദിച്ചാൽ പറയും എൻ്റെ കല്യാണത്തിനുള്ള പൈസ ഉണ്ടാക്കാമെന്ന്. എന്നെ വലിയ ഇഷ്ടമാണ്, എനിക്കും ഒരുപാട് ഇഷ്ടമാണ്. ചെറിയ പേടിയുണ്ട് കേട്ടോ, ദേഷ്യം വന്നാൽ ഭയങ്കര ടെററാ, തല്ലുമെന്നല്ല കൊല്ലുമെന്നൊക്കെ പറയും, എന്നാലും ഒന്നും ചെയ്യില്ല എന്ന് എനിക്കും അറിയാം. നിധിക്ക് വീടൊക്കെ ഇഷ്ടമായില്ലേ? അപ്പോൾ ഇഷ്ടമായി എന്ന് നിധി പറയുമ്പോൾ സുഭാഷ് ഏട്ടൻ സൂപ്പർലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നിധി തിരിച്ച് വീട്ടിലാരൊക്കെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഞാനമ്മ, ഗംഗാധരൻ മാമൻ. ഗംഗാധരൻ മാമൻ്റെ ഭാര്യ മരിച്ചുപോയി, ഒരു മകനുള്ളത് ഗൾഫിലാണ്. അങ്ങനെ അവർ പ്രദക്ഷിണം വെച്ചുകൊണ്ട് നടക്കുന്നതിനിടയിൽ സുഭാഷ് ചേട്ടനെ കണ്ടപ്പോൾ എനിക്കെൻ്റെ സ്വന്തം ചേട്ടനെ പോലെയാണ് തോന്നിയത് എന്ന് നിധി പറയുന്നുണ്ട്. സുഭാഷ് ചേട്ടനെ ആർക്കാണ് ഇഷ്ടപ്പെടാത്തത്? ഈ ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യൻ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും സുഭാഷ് ചേട്ടനാണെന്ന് സുനന്ദയും പറയുന്നുണ്ട്. പിന്നെ സുഭാഷ് ചേട്ടൻ എൻ്റെ മുറച്ചെറുക്കനാ, എനിക്കിഷ്ടമാണ് കല്യാണം കഴിക്കാൻ. അറിയാമെന്ന് നിധി പറയുമ്പോൾ അത് നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഞാൻ ഇന്നും അമ്പലത്തിൽ വരുന്നത് എന്ന് സുനന്ദയും പറയുന്നുണ്ട്. അമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അവരെ 3 പേരെയും വളർത്തി വലുതാക്കിയത് സുഭാഷ് ചേട്ടനാണ്. സുഭാഷ് ചേട്ടനുള്ളതുകൊണ്ട് ആ വീട് വീടായിരിക്കുന്നത്, അല്ലെങ്കിൽ അനിയന്മാരൊക്കെ കൂടി ചേർന്ന് ആ വീട് കുട്ടിച്ചോറാക്കിയേനെ. സുനന്ദ നടക്കാൻ ഒരുങ്ങുമ്പോൾ സുനന്ദ 3 പ്രദക്ഷിണമായി എന്ന് നിധി ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സുനന്ദ പറയാണ് 7 പ്രദക്ഷിണം മിനിമം വയ്ക്കണം, എന്നാലേ ആഗ്രഹിച്ച കാര്യം നടക്കൂ എന്ന്. അപ്പോൾ നിധി പറയുന്നുണ്ട് എനിക്കങ്ങനെ ആഗ്രഹിച്ചതൊന്നും നടക്കാനില്ല, സുനന്ദ നടന്നോളൂ, ഞാൻ ഇവിടെ ഇരിക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ സുനന്ദ വീണ്ടും പ്രദക്ഷിണം വയ്ക്കുകയാണ്. ഈ സമയത്ത് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് തനിയെ നികേഷ് നിധിയുടെ അടുത്ത് വന്നിരിക്കുന്നുണ്ട്.
സുനന്ദയ്ക്ക് സുഭാഷ് ഏട്ടനോട് ഭയങ്കര ലവാണെന്ന് തോന്നുന്നല്ലോ എന്ന് നിധി പറയുമ്പോൾ, രാത്രി സുഭാഷ് ഏട്ടൻ വന്നാൽ അപ്പോൾ വരും, രാവിലെയും വരും, എത്ര ചീത്ത കേട്ടാലും ആ ഹാജർ സുനന്ദ മുടക്കാറില്ലാന്ന് നികേഷും പറയുന്നുണ്ട്. എന്നാൽ പിന്നെ സുഭാഷ് ഏട്ടൻ എന്തിനാ വേറെ പെണ്ണു നോക്കുന്നേ, സുനന്ദയെ തന്നെ കെട്ടിയാൽ പോരേന്ന് നിധി പറയുമ്പോൾ, സുനന്ദേച്ചിക്ക് ഇഷ്ടമാണ്, പക്ഷേ വീട്ടുകാർ സമ്മതിക്കില്ല, വർഷങ്ങളായിട്ടുള്ള വഴക്കാണ്, അന്ന് ചേച്ചി വന്നു കയറിയ ദിവസം തന്നെ കണ്ടതല്ലേ വഴക്ക് എന്ന് നികേഷും പറയുന്നുണ്ട്. പക്ഷേ സുനന്ദയ്ക്ക് സുഭാഷ് ഏട്ടനെ ഒരുപാട് ഇഷ്ടമാണ്. 3 പ്രദക്ഷിണത്തിനിടയ്ക്ക് 300 തവണയെങ്കിലും സുഭാഷ് ഏട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് നിധി പറയുമ്പോൾ, അത് ശരിയാ, ഇഷ്ടമൊക്കെ തന്നെയാ, പക്ഷേ കല്യാണത്തിന് അത് പോരല്ലോ. സുധീഷ് ഏട്ടൻ വിളിച്ചപ്പോൾ ചേച്ചി ഇറങ്ങി വന്നില്ലേ, കൂട്ടിക്കൊണ്ടുവരാനും ഇറങ്ങി വരാനുമൊക്കെയുള്ള ധൈര്യമൊക്കെ വേണ്ടേ, അതൊക്കെയാണ് റിയൽ ലവ്. വീട്ടുകാരെ വിട്ട് സുനന്ദേച്ചി ഒന്നും ചെയ്യില്ല, നമുക്ക് ഈ വിഷയം സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് നികേഷ് പറയുന്നുണ്ട്. ഈ സമയത്ത് സുധീഷും ഹരീഷും വീട്ടിലേക്ക് ബൈക്കിൽ വരികയാണ്. അതിനിടയിൽ ഹരീഷ് സുധീഷിനോടായി ചോദിക്കുന്നുണ്ട്, സുധീഷ് ഏട്ടാ, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതല്ലേ? അപ്പോൾ സുധീഷ്, അതെന്താടാ നിനക്കൊരു സംശയം എന്ന് ചോദിക്കുമ്പോൾ, അല്ല ഇനിയെങ്കിലും ഈ ബട്ടറടി ഒന്ന് നിർത്തിക്കൂടെ എന്ന് ഹരീഷ് ചോദിക്കുന്നുണ്ട്. ബട്ടറടിക്കാനോ ഞാനോ എന്ന് സുധീഷ് പറയുമ്പോൾ, ഞാൻ കടയിൽ വെച്ച് കണ്ടതാന്ന് ഹരീഷും. അത് പിന്നെ കടയിൽ ചെന്ന് നൈറ്റ് ചോദിച്ചപ്പോൾ എനിക്ക് സൈസ് അറിയാത്തത് കൊണ്ട് ആ പെണ്ണിൻ്റെ സൈസ് വെച്ചൊന്ന് നോക്കിയതാ, അപ്പം തുടങ്ങിയതാ ആ പെണ്ണ് ചിരിക്കാൻ എന്ന് സുധീഷ് പറയുമ്പോൾ, സുധീഷ് ഏട്ടനെ എനിക്ക് കുറേ കാലമായിട്ട് അറിയുന്നതല്ലേ എന്ന് പറഞ്ഞ് ഹരീഷ് കളിയാക്കുന്നുണ്ട്. എടാ, ഞാൻ അത്ര മോശം ആളൊന്നുമല്ല, ഞാൻ എന്തിനാ കടയിലേക്ക് പോയത്, നിധിക്ക് നൈറ്റി വാങ്ങാൻ, അല്ലാതെ ആ പെണ്ണിനെ കാണാനൊന്നുമല്ല. കുറേ നാളായി നിധിക്ക് എന്ത് വാങ്ങിക്കൊടുക്കുമെന്ന് ആലോചിക്കുന്നു. അപ്പോഴാണ് അവൾ വീട്ടിൽ ചുരിദാറിട്ട് നടക്കുന്നത് ഓർമ്മ വന്നത്. നൈറ്റി ആവുമ്പോൾ അവർക്ക് ഫ്രീ ആയിട്ട് നടക്കാമല്ലോ, അത് വാങ്ങാനാണ് ഞാൻ കടയിലേക്ക് പോയത്. അല്ലെങ്കിലും പെണ്ണുങ്ങൾ നൈറ്റി ഇട്ട് കാണാൻ നല്ല ഭംഗിയാണല്ലേ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ, അയ്യോ എനിക്കറിയാൻ മേലേ എന്ന് ഹരീഷ് പറയുന്നുണ്ട്. അല്ല, സുധീഷ് ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞതല്ലേ എന്ന് ഹരീഷ് പിന്നെയും ചോദിക്കുമ്പോൾ സുധീഷ് പറയുന്നുണ്ട്, അതെന്താടാ നിനക്കൊരു സംശയം പോലെ, അത്രയ്ക്ക് സംശയം ഉണ്ടെങ്കിൽ നീ വാ, പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം, അവിടെ എത്തുമ്പോൾ നിനക്ക് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവും. അല്ല, കല്യാണം കഴിഞ്ഞെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ എപ്പോഴും ഞങ്ങളുടെ കൂടെ വന്ന് കിടക്കുന്നത് എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ, അത് ഞാൻ പറഞ്ഞില്ലേടാ, സുഭാഷ് ഏട്ടൻ്റെ കല്യാണം കഴിയാതെ ഞങ്ങളൊരു ജീവിതം ആരംഭിക്കില്ല എന്ന് ഞാൻ തീരുമാനിച്ചതാ, അതുകൊണ്ടാണ് നിങ്ങളുടെ കൂടെ കിടക്കുന്നത്. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, ഇത് ഞാൻ വിശ്വസിച്ചു എന്നാണോ നിങ്ങൾ കരുതുന്നത് എന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട്. സത്യത്തിൽ ഇത് നിധിയുടെ തീരുമാനമായിരുന്നു. കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ വരുമ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ നിധിയാണ് പറഞ്ഞത്, സുഭാഷ് ഏട്ടൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് മതി നമുക്കൊരു ജീവിതം എന്ന്. അത് ശരിയാണെന്ന് എനിക്കും തോന്നി. അങ്ങനെ ഞങ്ങൾ ആ തീരുമാനം എടുക്കുകയായിരുന്നു. ഇത് ഞാൻ വിശ്വസിച്ചു എന്നാണോ നിങ്ങൾ കരുതുന്നതെന്ന് വീണ്ടും ഹരീഷ് പറയുമ്പോൾ, നീ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി, ഇപ്പോഴേ നീ നേരെ നോക്കി വണ്ടി ഓടിക്കേ എന്ന് സുധീഷ് പറയുമ്പോൾ, സത്യങ്ങളൊക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം എന്ന് ഹരീഷും പറയുന്നുണ്ട്. പിന്നെ നീ വലിയ ഡിറ്റക്റ്റീവ് അല്ലേ കണ്ടുപിടിക്കാൻ എന്ന് സുധീഷും പറയുന്നുണ്ട്. സുധീഷ് റൂമിലേക്ക് കയറി വരുമ്പോൾ നിധി റൂമിലിരുന്ന് പുസ്തകം വായിക്കുകയായിരുന്നു. ഗിഫ്റ്റ് വാങ്ങിയ കവർ പുറകിൽ ഒളിപ്പിച്ച് പിടിച്ചാണ് കയറി വരുന്നത്. പുസ്തകം വായിക്കായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് നിധി പറയുന്നുണ്ട്. നിറയെ പുസ്തകം വായിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെയൊന്നുമില്ല, ഇവിടെ TV ഇല്ലാത്തതുകൊണ്ട് പുസ്തകം വായിച്ചതാണെന്ന് നിധി പറയുന്നുണ്ട്. ഇവിടെ ആരും TV കാണാറില്ല, അതുകൊണ്ട് തന്നെ അത് കേടായ പിന്നെ നന്നാക്കിയതുമില്ല എന്ന് സുധീഷ് പറയുന്നുണ്ട്. അല്ലെങ്കിലും TV കാണുന്നതിനേക്കാളും നല്ലത് പുസ്തകം തന്നെയാണ്. പുസ്തകം വായിക്കുന്ന നിധിയെ കണ്ടപ്പോഴേ ഞാൻ പറയാൻ വന്ന കാര്യം മറന്നുപോയി. ഇയാൾക്ക് ഞാൻ 2 സർപ്രൈസുമായിട്ടാണ് വന്നിട്ടുള്ളത്. എന്ത് സർപ്രൈസ് എന്ന് നിധി ചോദിക്കുമ്പോൾ, ചുമ്മാ ഒന്ന് ഗസ് ചെയ്ത് പറയുന്നതെന്ന് സുധീഷും പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയം ആലോചിച്ചതിന് ശേഷം നിധി സന്തോഷത്തോടെ ചാടി എഴുന്നേറ്റ്, എനിക്ക് താമസിക്കാനുള്ള മുറി റെഡിയായോ എന്ന് ചോദിക്കുന്നുണ്ട്. അതൊന്നുമല്ല, ഒന്നുകൂടി ആലോചിച്ചു നോക്ക് എന്ന് സുധീഷ് പറയുന്നുണ്ട്. വലിയൊരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ നാളെ ഇയാൾക്ക് ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. അവിടെ തനിക്ക് ജോലി കിട്ടിയാൽ തൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നടക്കും എന്ന് സുധീഷ് പറയുമ്പോൾ നിധി അമ്പരപ്പോടെ സുധീഷിനെ നോക്കുന്നുണ്ട്. അത്ര വലിയ കമ്പനിയിലൊക്കെ സർട്ടിഫിക്കറ്റ്സ് ഇല്ലാതെ ഇൻ്റർവ്യൂ ഒക്കെ എടുക്കുമോ എന്ന് നിധി സംശയത്തോടെ ചോദിക്കുമ്പോൾ, എല്ലാം റെഡിയാക്കിയത് സുഭാഷ് ഏട്ടനാ, സുഭാഷ് ഏട്ടന് പരിചയമുള്ള കമ്പനിയാണ്, അതുകൊണ്ട് സർട്ടിഫിക്കറ്റ്സൊക്കെ പിന്നെ കൊടുത്താൽ മതിയാവും എന്ന് സുധീഷും പറയുന്നുണ്ട്. അതെന്തായാലും കലക്കി, നന്നായിട്ട് പെർഫോം ചെയ്യണം, സുഭാഷ് ഏട്ടനോട് എന്തായാലും ഒരു താങ്ക്സ് പറയണം എന്നും നിധി പറയുന്നുണ്ട്. രണ്ടാമത്തെ സർപ്രൈസ് എന്താണെന്ന് ചോദിച്ചില്ല എന്ന് സുധീഷ് നിധിയോട് അതിനിടയിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിധി സംശയത്തോടെ എന്താണെന്ന് ചോദിക്കുമ്പോൾ, അല്ല, ഞാൻ 2 സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഒന്നാമത്തതല്ലേ ആയുള്ളൂ,
രണ്ടാമത്തതില്ലേ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. സോറി, ജോലിയെപ്പറ്റി കേട്ടപ്പോൾ തന്നെ ഞാൻ ആകെ എക്സൈറ്റഡായി. ഒന്നാമത്തെ സർപ്രൈസ് കൊണ്ട് തന്നെ മനസ്സ് നിറഞ്ഞു. ഇനി എന്താ എന്ന് നിധി സുധീഷിനോട് ചോദിക്കുന്നുണ്ട്. സുധീഷ് വേഗം തന്നെ തൻ്റെ കയ്യിലുള്ള കവറെടുത്ത് നിധിക്ക് കൊടുക്കുന്നുണ്ട്. അതെന്താണെന്ന് നിധി ചോദിക്കുമ്പോൾ തുറന്ന് നോക്ക് എന്നാണ് സുധീഷ് പറയുന്നത്. പിന്നെയും എന്താണെന്ന് നിധി ചോദിക്കുമ്പോൾ അതൊരു നൈറ്റിയാ എന്ന് സുധീഷ് പറയുന്നുണ്ട്. എന്തിനാ നൈറ്റി എന്ന് നിധി ചോദിക്കുമ്പോൾ അല്ല, താൻ വീട്ടിൽ ചുരിദാറൊക്കെ അല്ലേ ഇട്ട് നടക്കുന്നത്, തനിക്ക് നൈറ്റി വേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ച് ഞാനൊന്ന് വാങ്ങിയതാന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ താൻ വീട്ടിൽ 2 ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടാവില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇതും വാങ്ങി വന്നത് എന്നും സുധീഷ് പറയുന്നുണ്ട്. സോറി, ഞാൻ ഇതൊന്നും ഉപയോഗിക്കാറില്ല, ഇത് തിരിച്ചു കൊടുത്തോളൂ എന്ന് പറഞ്ഞ് നിധി നൈറ്റിയുടെ കവർ സുധീഷിന് കൊടുക്കുന്നുണ്ട്. സുധീഷ് അത് വാങ്ങി പോകാനൊരുങ്ങുമ്പോൾ നിധി പെട്ടെന്ന് പുറകിന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് സുധീഷും സന്തോഷത്തോടെ തിരിഞ്ഞു നോക്കി എന്താ തീരുമാനം മാറ്റിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിധി പറയാണ്, അല്ല, എൻ്റെ ഡ്രോയിങ്സിൻ്റെ കുറച്ച് പ്രിൻ്റ് എടുക്കണമായിരുന്നു, ഞാനത് ഫോണിലേക്ക് അയച്ചു തരാം, ഒന്ന് എടുത്തു തരുമോ, നാളെ ഇൻ്റർവ്യൂ ഉള്ളതല്ലേ എന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ, അയച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞ് സുധീഷ് നിരാശയോടെ റൂമിന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. പിന്നീട് ഒരു മാഡത്തിനെയും കൊണ്ട് ടാക്സിയിൽ പോകുന്ന സുധീഷിനെയാണ് കാണിക്കുന്നത്. എന്താ സുധീഷേ, സുഖമല്ലേ എന്ന് മാഡം ചോദിക്കുമ്പോൾ അതെ മാഡം, മാഡത്തിന് സുഖമല്ലേ എന്ന് സുധീഷും തിരിച്ച് ചോദിക്കുന്നുണ്ട്. ആ, നന്നായി പോകുന്നു. ഇടയ്ക്ക് ഡ്രൈവറായി വിളിക്കുമ്പോൾ വലിയ തിരക്കായിരുന്നല്ലോ, ഇപ്പോൾ ഫ്രീ ആണെന്ന് മെസ്സേജ് ഇടാൻ എന്താ കാരണം എന്ന് മാഡം ചോദിക്കുന്നുണ്ട്. അത് മാഡം, ഈ ട്രാവൽസിലൊക്കെ ജോലി ചെയ്യുമ്പോൾ നമുക്ക് ഒഴിവ് കിട്ടാറില്ല. ഒരു ട്രിപ്പ് കഴിയുമ്പോഴേക്ക് അടുത്ത ട്രിപ്പാവും. ഒരുപാട് ദൂരെ പോയി ആകെ ബോറടിച്ചു, അതുകൊണ്ടാണിപ്പോൾ ലോക്കൽ ഓട്ടങ്ങളൊക്കെ എടുക്കുന്നത് തന്നെ എന്ന് സുധീഷ് പറയുമ്പോൾ എന്നാൽ പിന്നെ വേണ്ടുവോളം റെസ്റ്റ് എടുത്തിട്ട് മടിയൊക്കെ മാറുമ്പോൾ ജോലിക്ക് പോയാൽ പോരെ എന്ന് മാഡവും പറയുന്നുണ്ട്. പഴയ പോലെ പറ്റില്ല മാഡം, ഇപ്പോൾ ചിലവിച്ചിരി കൂടുതലാണ്. അപ്പോൾ അതെന്താണെന്ന് മാഡം ചോദിക്കുമ്പോൾ അല്ല, ചെറിയ രീതിയിലൊരു കല്യാണം കഴിച്ചു എന്ന് സുധീഷ് പറയുന്നുണ്ട്. സുധീഷിൻ്റെയോ എന്ന് അമ്പരപ്പോടെ അവർ ചോദിക്കുമ്പോൾ അതെ മാഡം, ലവ് മാരേജ് ആയിരുന്നു എന്ന് സുധീഷും പറയുന്നുണ്ട്. ആഹാ, അപ്പോൾ അതുകൊണ്ടാണല്ലേ ഇപ്പോൾ ട്രാവൽസിൽ ജോലിക്ക് പോവാത്തത്. ട്രാവൽസിൽ പോയാൽ അന്ന് തന്നെ തിരിച്ചു വരാൻ പറ്റില്ലല്ലോ അല്ലേ. ആ, മനസ്സിലായി എന്ന് പറഞ്ഞ് മാഡം സുധീഷിനെ കളിയാക്കി ചിരിക്കുന്നുണ്ട്. അതെ മാഡം, ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ, ഒന്നും കരുതരുത് എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ സുധീഷ് ചോദിച്ചോളൂ എന്ന് മാഡം പറയുന്നുണ്ട്. അല്ല, ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് നൈറ്റി ഇഷ്ടാവില്ലേ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. അതെന്താ, സുധീഷിൻ്റെ വൈഫിന് നൈറ്റി ഇഷ്ടമല്ല എന്ന് പറഞ്ഞോ എന്ന് മാഡവും ചോദിക്കുകയാണ്. അല്ല, ഞാൻ ആശിച്ച് മോഹിച്ച് ഒരു നൈറ്റി വാങ്ങിക്കൊടുത്തതാ, അത് അവൾക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ പെൺപിള്ളേർക്കൊന്നും നൈറ്റി ഇഷ്ടമല്ല സുധീഷേ, 50 വയസ്സ് കഴിഞ്ഞവർ വരെ നൈറ്റി ഇടാൻ മടിക്കും. ആണോ, അപ്പോൾ അതിന് പകരം എന്ന് സുധീഷ് സംശയത്തോടെ ചോദിക്കുമ്പോൾ അതിന് പകരം എത്രയോ ഡ്രസ്സ് ഇപ്പോൾ കടകളിൽ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. നൈറ്റ് സ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഏത് മോഡലിലുള്ളത് വേണമെങ്കിലും കിട്ടും എന്ന് മാഡം പറയുമ്പോൾ നൈറ്റ് സ്യൂട്ട്സ് അല്ലേ എന്ന് സുധീഷും ശബ്ദം താഴ്ത്തി പറയുന്നുണ്ട്. വീടിൻ്റെ മുറ്റത്ത് നികേഷ് മൊബൈലിൽ നോക്കിയിരിക്കുമ്പോഴാണ് സുധീഷ് നൈറ്റ് സ്യൂട്ടുമായി അങ്ങോട്ട് കയറി വരുന്നത്. കയ്യിലെ കവർ കണ്ട് ഇതെന്താ എനിക്കാണോ എന്ന് നികേഷ് ചോദിക്കുമ്പോൾ നിനക്കല്ല, നിധിക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് എന്ന് സുധീഷ് പറയാണ്. ആ, പണ്ടൊക്കെ വല്ലപ്പോഴും എനിക്കും എന്തെങ്കിലുമൊക്കെ വാങ്ങിത്തരുമായിരുന്നു, ഇപ്പോൾ കാലം മാറിപ്പോയില്ലേ എന്നും നികേഷും പറയുന്നുണ്ട്. എടാ കുട്ട, കുടുംബവും ഭാരവും ഒക്കെ ആവുമ്പോൾ അനിയന്മാരെ മാത്രം നോക്കിയാൽ പോരല്ലോ എന്നും പറഞ്ഞ് അകത്തേക്ക് കയറാനൊരുങ്ങിയ സുധീഷ് വീണ്ടും നികേഷിനടുത്തേക്ക് തിരിച്ചു വരുന്നുണ്ട്. അല്ല, ഇത് ഞാൻ വെറുതെ കൊണ്ട് കൊടുക്കണോ, എന്തെങ്കിലും പറഞ്ഞിട്ട് കൊടുക്കണോ എന്ന് നികേഷിനോട് സുധീഷ് ചോദിക്കുമ്പോൾ ആദ്യത്തെ ഗിഫ്റ്റല്ലേ, എന്തെങ്കിലും റൊമാൻറ്റിക്കായി പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും അതിൻ്റെ ഒരു മൂഡ് എന്ന് നികേഷും പറയുന്നുണ്ട്. അല്ല, ഞാനിപ്പോൾ നിധിയോട് എന്താ പറയേണ്ടത് എന്ന് സുധീഷ് പറയുമ്പോൾ ഒരു കാര്യം ചെയ്യ്, ഞാനാണ് ഏടത്തി എന്ന് വിചാരിച്ച് ഒരു പ്രാക്ടീസ് ആയിക്കോ എന്ന് നികേഷും പറയുന്നുണ്ട്. ഇത് കേട്ട് സുധീഷ് ഇതാ നിധി, നിനക്ക് എൻ്റെ വക ഒരു സ്നേഹസമ്മാനം എന്ന് പറഞ്ഞ് കവർ നികേഷിന് നേരെ നീട്ടുകയാണ്. ചിരി അടക്കാൻ കഷ്ടപ്പെടുന്ന നികേഷിനെ നോക്കി എന്താടാ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. അല്ല, ഇതെന്താ നാടകത്തിൻ്റെ പേരോ? കൊല്ലം സംഘം സർ അവതരിപ്പിക്കുന്ന ഇതാ നിനക്കൊരു സ്നേഹസമ്മാനം, കുറച്ച് നാച്ചുറൽ ആയിക്കോടെ ചേട്ടാ എന്ന് നികേഷ് ചോദിക്കുന്നുണ്ട്. അത് പിന്നെ നീ നോക്കി നിന്നിട്ടാ, കണ്ണടച്ച് പറഞ്ഞാൽ ശരിയാവും എന്ന് പറഞ്ഞ് സുധീഷ് വീണ്ടും പടിക്കെട്ടുകൾ ഇറങ്ങി കണ്ണുകളടച്ച് കവറും നീട്ടി നിൽക്കുമ്പോഴാണ് അവരുടെ അച്ഛൻ ഹാളിൽ നിന്നും ഇറങ്ങി വരുന്നത്. എന്നാൽ ഇതൊന്നും അറിയാതെ കണ്ണും അടച്ചു പിടിച്ച് കവറും നീട്ടിക്കൊണ്ട്
ഇതാ നോക്കിയേ, ഒരു സർപ്രൈസ് ഗിഫ്റ്റാ എന്ന് പറയുന്ന സുധീഷിനെ കണ്ട് അമ്പരപ്പോടെ എനിക്കോ എന്ന് ചോദിക്കുകയാണ് ഭാസ്കരൻ. നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ പറ എന്ന് പറയുന്ന സുധീഷിനെ നോക്കി സംശയത്തോടെ നിൽക്കുന്ന ഭാസ്കരനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. നിധിക്കായി വാങ്ങിയ നൈറ്റ് സ്യൂട്ട് തനിക്കാണെന്ന് കരുതി ഇട്ട് നടക്കുന്ന ഭാസ്കരൻ്റെയും ഇനി മുതൽ തനിക്ക് ഒന്നും വാങ്ങിക്കരുത് എന്ന് പറയുന്ന നിധിയുടെയും വിശേഷങ്ങളാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്.